പണ്ട് ശിവു കളച്ചിപ്പറന്നുകൊണ്ട് ഗോപി ഞാനും ശിവു കൂടി അങ്ങ് പോകുമ്പോൾ വാർത്തയിലെ കുര്യൻ്റെ മകനില്ലേ എൻ്റെ ഗോപിന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇവൻ പിന്നെ എന്ത് വൃക്ഷമുണ്ടാക്കുന്നറിയോ അവൻ്റെ അപ്പനെ സംശയിച്ചിട്ടുണ്ടാകും. പറഞ്ഞല്ലടാ ചേട്ടത്താരോടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴേ ഇങ്ങോട്ട് വാകട്ടോ ഇല്ലേ എൻ്റെ ചായലുണ്ട്. ഇന്നലെ അവിടെ ഒരുത്തൻ വിറകി നടന്ന് വീശുവത്. അവന് 3-4 ആരോ കിട്ടി. അവൻ എല്ലാ വിലക്കും കയറി വീശുവാണോ? ഫസ്റ്റ് വിലക്ക് 3 പേരാ ആദ്യമേ ഉണ്ടായിരുന്നത് റൊട്ടേഷൻ. കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഫസ്റ്റ് വിലക്കാരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ആയി. ആ 5 ആയിട്ട് അതിന് ഇവൻ രണ്ടാമത് വീശു. ശരി, വല താഴിയല്ല ചില്ലാങ്കൂരി വരെ കിട്ടും ആ വലയില്. ശരി, മൊത്തത്തിൽ കൊണ്ടുപോകാൻ ആ എന്നിട്ട് ഒരു 5 പുല്ല് ഞങ്ങളുടെ കയറിയപ്പോൾ വന്നല്ലോ മലമാല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറച്ച് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞാൽ അടുത്ത വലയ്ക്ക് പൊട്ടിച്ചോണ്ട് വീട്ടിൽ പോയി. ഈ നമുക്ക് കൊടുക്കാൻ കഴിയാതെ നമ്മളൊക്കെ വരുന്ന അടിച്ചു നിൽക്കണവരാണല്ലോ. ഞങ്ങൾ 3 പേരുണ്ട്. അത്യാവശ്യമായിട്ട് പിടിച്ചാലും അതല്ലേ പറഞ്ഞേ, ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് എന്നാ വേണേലും ചെയ്ത് തുടങ്ങുന്നുണ്ട്. അവസാനം പോരാൻ നേരത്ത് ഒരു 3 വല എനിക്ക് അക്കരയും ഇക്കരയും ഒക്കെ ആയിട്ട് കണക്ഷനായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു നിർത്തി പോകുന്നത്. ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഈ വലക്കെട്ട് കയറി വീശുക. അതിൻ്റെ താഴത്തോട്ട് നോക്കില്ലല്ലേ നമ്മൾ പണ്ട് വീശി കിടന്നത്? അവിടെ രക്ഷയില്ല ഇല്ലേ? നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ അവിടെ മധുണ്ട്. പുള്ളി ഇപ്പോൾ കുറവലിങ്ങ സ്റ്റേഷനിലായിരുന്നു. ചിലപ്പോൾ മോൻസിൻ്റെ കൂടി ആവും. പുള്ളി SI ആയിരുന്നു. പുള്ളി ചിലപ്പോൾ മോൻസിൻ്റെ കൂടെ ആയി കാണണം. മോൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി സൗകര്യം നിൽക്കാൻ പറ്റുമെന്ന്. കുഴപ്പമില്ലാന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. അത് കളയരുത്, പുല്ലും പോയാലും പോട്ടെ. പുല്ലും പോയാലും നമ്മൾ വലയിട്ട് പിടിക്കും. പോയതാ ഉണ്ണി. നീ അവിടെ നിന്നിട്ടേ എൻ്റെ ഫോണാ കസേരയിലിരിക്കുന്നത്. എടുത്തിട്ട് ബിജു CV നമ്പറുണ്ട്, അവനെ വിളിച്ചിട്ട് അല്ല പിന്നെ ആദ്യം ബിജു ജോയി കുടയുണ്ടെങ്കിൽ ഫോൺ